ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫൈസൽ ടേസ്റ്റി കുക്കിംഗ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി അയില പൊരിച്ചത്. വീഡിയോയിലോട്ടേക്ക് കടക്കാം. അയില പൊരിക്കാനായിട്ട് 3/4 കിലോ അയില നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടി, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഒരു 7 കായ്മുളക് എണ്ണയിലിട്ട് പൊരിച്ചെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. അതുകൂടി മസാലയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ചെറിയൊരു കഷ്ണം ചെറുനാരയും കൂടി പിഴിഞ്ഞ് അതിലേക്ക് മീനിലേക്ക് നന്നായി മസാല പിടിപ്പിച്ചെടുക്കുക. അങ്ങനെ എല്ലാ സൈഡിലും മസാല ഇതേപോലെ മസാല പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഞാൻ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് മീനെല്ലാം ഇതേപോലെ വെച്ച് കൊടുക്കുക. 2 വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നമ്മളെ മീനെല്ലാം ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയില ഫ്രൈ. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ബാക്കിയുള്ള മീനും കൂടി ഇതേപോലെ പൊരിച്ചിട്ടെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മൾ അയില ഫ്രൈ എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗാർണിഷ് കൂടി ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ചെറുനാരങ്ങയുടെ 2 പീസ് എടുത്തിട്ട് അതിന് മുകളിലേക്ക് വെച്ചെടുക്കുക. നമ്മൾ അയില ഫ്രൈ റെഡി. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണും വരെ നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. ഗുഡ് ബൈ.